ഒരിക്കലും മുസ്ലിം ലീഗ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. എൻ്റെ പാർട്ടി ഞാൻ പരാജയപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വന്ന് നല്ലൊരു ബോർഡ് ചെയർമാൻ സ്ഥാനം നൽകാമെന്ന് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മെഹബൂബും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ വന്ന് എന്നോട് പറയുകയുണ്ടായി. അത് 3 വർഷക്കാലം അവർ തരാതെ എന്നെ കബളിപ്പിക്കുകയായിരുന്നു. വർഗീയ ശക്തികളായിട്ടും വർഗീയ പാർട്ടികളായിട്ടും കാണാൻ സാധിക്കണം. CPM-നെ സംബന്ധിച്ചിടത്തോളം അതില്ലാതെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുവള്ളിയുടെ CPM സഹയാത്രിക മുഖമായിരുന്ന കാരാട്ട് റസാഖാണ് ഒപ്പമുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്, ഇപ്പോൾ മാതൃസംഘടനയിൽ എത്തിയതിനെക്കുറിച്ച് ഒക്കെ മാധ്യമം ഓൺലൈനുമായി കാരാട്ട് റസാഖ് മനസ്സ് തുറക്കുകയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച്, UDF-ൻ്റെ സംസ്ഥാനത്തെ വിജയപ്രതീക്ഷയെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ UDF-ന് കേരളത്തിലുള്ളത്? UDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 10 വർഷത്തെ ഭരണം ജനങ്ങൾക്കിടയിൽ വലിയ നിരാശയുണ്ട്. അതുമാത്രമല്ല, UDF അധികാരത്തിൽ വരണമെന്ന് നാടാകെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ നിലയ്ക്ക് UDF അധികാരത്തിൽ വരും എന്നുള്ളതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. അങ്ങയുടെ ഈ CPM ബന്ധം ഉപേക്ഷിച്ചുള്ള പോക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചതാണ്. അത്ര നേരത്തെ തന്നെ ചില സ്വാരസ്യങ്ങൾ അങ്ങും പാർട്ടിയും തമ്മിലുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടത് പരിഹരിക്കപ്പെടാതെ പോയി? ആരാണ് ചേർത്ത് പിടിക്കാതിരുന്നത്? അല്ല, അതിൽ പ്രധാനമായിട്ടും ചേർത്ത് പിടിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കൊടുവള്ളി ഏരിയ സെക്രട്ടറിയുമാണ്. അവിടെ ദുർഭാഷിയാണ് CPM സഹയാത്രികനായി തുടരാൻ താല്പര്യമില്ലാത്തൊരു നിലപാടിലേക്ക് എനിക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് പൊടുന്നനെയല്ല, ഒരു പടിപടിയായി ഉണ്ടായ അകൽച്ചയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം പ്രതീക്ഷിച്ച എനിക്ക് നിയോജകമണ്ഡലത്തിൽ വളരെ അനുകൂല കാലാവസ്ഥ ജനങ്ങൾക്കിടയിലുണ്ടായിട്ടും അത് നഷ്ടപ്പെടുത്തി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് കൊടുവള്ളിയിൽ CPM-ൻ്റെ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും PTA റഹീമും കൂട്ടാളികളും. അവിടെ പ്രവർത്തനം കൊണ്ടാണ്, അവരെനിക്കെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് വളരെ പ്രതീക്ഷയുള്ള സാഹചര്യത്തിൽ എനിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ ശരിക്കും പാർട്ടി തന്നെ ഒത്തുകളിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പാർട്ടി ഒത്തുകളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിജയിക്കും. കാരണം മുനീർ സാഹിബ് എന്നുള്ള ഘടകം ഒരു ഭാഗത്തുണ്ടെങ്കിലും CH-ൻ്റെ മകൻ എന്നുള്ള നിലക്കുള്ള ഘടകമുണ്ടെങ്കിലും ഒക്കെ തന്നെ മണ്ഡലത്തിൽ 1ാം പിണറായി സർക്കാരിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതുമൊക്കെ തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ വലിയ അനുകൂല കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും വീണ്ടും ഞാൻ MLA ആയി വരരുത് എന്ന് ഇവരൊക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്നെ പരാജയപ്പെടുത്തിയത്. പാർട്ടി സെക്രട്ടറിയായി സംസ്ഥാന തലത്തിൽ കോടിയേരി ബാലകൃഷ്ണനും ജില്ലാ സെക്രട്ടറിയായി KP മോഹനൻ മാഷുമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം വരില്ലെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി സഖാവും ജില്ലാ സെക്രട്ടറി മോഹൻ മാഷും ഇവിടുത്തെ ഏരിയ സെക്രട്ടറി RP ഭാസ്കർ കുറിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. അവർ ഇല്ലാത്തതാണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ അവസരമുണ്ടായിട്ടുള്ളത്. അങ്ങയുടെ മുനീർ സാഹിബായിട്ടുള്ള പരാജയത്തിന് ശേഷം അങ്ങനെയൊക്കെ പാർട്ടി എന്തെങ്കിലും വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു? എൻ്റെ പാർട്ടി ഞാൻ പരാജയപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വന്ന് നല്ലൊരു ബോർഡ് ചെയർമാൻ സ്ഥാനം നൽകാമെന്ന് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മെഹബൂബും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ വന്ന് എന്നോട് പറയുകയുണ്ടായി.
അത് 3 വർഷക്കാലം അവർ തരാതെ എന്നെ കബളിപ്പിക്കുകയായിരുന്നു. ശരിക്കും എന്നെ വഞ്ചിക്കുകയായിരുന്നു. അവർ നൽകിയ വാഗ്ദാനമാണ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ വാഗ്ദാനം അവർ ചതിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപമാനിക്കാൻ വേണ്ടിയാണ് എൻ്റെ അരികത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവർ CPM വിട്ട് അല്ലെങ്കിൽ ഇടത് പാളയം വിട്ട് UDFൻ്റെ ഭാഗമാവുന്ന സാഹചര്യത്തിൽ തന്നെ അങ്ങയിൽ ചില ചലനങ്ങളുള്ളതായി വാർത്തകൾ വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണോ? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും ഈ CPMൻ്റെ ഇത്തരം നിലപാടുകളോട് അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അൻവറുമായിട്ടൊക്കെ തന്നെ അവരെ പിന്തുണക്കാനൊക്കെ ഒരു നിലപാട് സ്വീകരിച്ചത്. പിന്നീട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അടിയന്തരമായി അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് CPMൻ്റെ നേതാക്കന്മാർ ഉറപ്പ് നൽകിയത് കൊണ്ടാണ് അന്ന് പിന്നീട് അൻവറിനെ പിന്തുണക്കാതെ മാറി നിൽക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ തിരഞ്ഞെടുപ്പായിട്ടും ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. മദ്രസ ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ അങ്ങേക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു? അല്ല, മദ്രസ അധ്യാപകർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിലുപരി ആവശ്യമായിട്ടുള്ള പിന്തുണയും സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങ് കുറേ പ്രൊജക്റ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു? കുറേ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതിനൊന്നും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഒരു ബോർഡ് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് മറ്റൊരു പിന്തുണയും സഹായവും ബോർഡിന് ലഭിക്കേണ്ടത് നൽകാത്ത ഒരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അനാരോഗ്യം കാരണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് സ്വയം തീരുമാനിച്ചിരുന്നു നേരത്തെ? ഞാൻ 2 കാരണം കൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചൊരു കാര്യമാണ്. ഒന്ന്, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല വികസനങ്ങളും ജനകീയ ഇടപെടലും കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് അന്ന് തന്നെ പരാജയപ്പെടുത്തിയത് കൊണ്ട് വീണ്ടും ആ മുന്നണിയിൽ നിന്ന് കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു നിലപാട് എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും മത്സരിക്കുന്നില്ല എന്ന നിലപാടിൽ ഞാൻ എത്തിയതാണ്. CPM നേതൃത്വത്തോട് ഇപ്പോൾ പറയാനുള്ളത് എന്താ? CPM നേതൃത്വത്തോട് പറയാനുള്ളത്, എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോയാൽ പാർട്ടി ശക്തിപ്പെടും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. ഇപ്പം വർഗീയത ഉള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പല വർഗീയ ശക്തിയുടെയും വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം വർഗീയ ശക്തികളെ എപ്പോഴും വർഗീയ ശക്തികളായിട്ടും വർഗീയ പാർട്ടികളായിട്ടും കാണാൻ സാധിക്കണം. CPMനെ സംബന്ധിച്ചിടത്തോളം അതില്ലാതെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ RSS CPM ഡീൽ ഒരു വസ്തുതയാണ്? അല്ല, RSS CPM ഡീല് മാത്രമല്ല, SDPI ഡീലും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടുപിടിക്കുന്നുണ്ട്. അധികാരത്തിന് വേണ്ടി എല്ലാവരെയും കൂട്ടുപിടിക്കുക. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ സുലൈമാൻ സേഠ് സാഹിബിനെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകി പിന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോയെങ്കിലും അവരെ വേണ്ടത്ര പരിഗണിക്കാത്ത ഒരവസ്ഥയിൽ അവരെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാലഘട്ടത്തിൽ സ്വീകരിച്ച ആളുകൾ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ SDPIയുടെ സ്ഥിതിയും അത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ PDPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും CPMന് പിന്തുണ നൽകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതെ അവരെയും തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുകയും സഹയാത്രികരെ പുറത്ത് ചാടിച്ച് കൊണ്ടുവരികയും ചെയ്യുക
എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെയൊക്കെ മാറ്റി നിർത്തുകയും തള്ളിപ്പറയുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നിലപാടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ മൂന്നാമതും തുടരുക എന്നുള്ളത് മാത്രമായി CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ അജണ്ട ചുരുങ്ങിപ്പോയിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകളൊക്കെ കളഞ്ഞു കുളിച്ച്. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ അധികാരത്തിന് വേണ്ടി മാത്രമാണ് CPM നിലകൊള്ളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ CPM-ൻ്റെ മുതിർന്ന നേതാവ്, കറകടഞ്ഞ നേതാവാണ് സുധാകരൻ. അദ്ദേഹം പാർട്ടി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം CPM-ന് വേണ്ടി വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ PK ശശിയാണെങ്കിലും ആയിഷ പൂറ്റിയാണെങ്കിലും രാജേന്ദ്രനാണെങ്കിലും ഒക്കെ തന്നെ CPM-ൻ്റെ വലിയ ശബ്ദമായിരുന്നു നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ. അത്തരം ആളുകളെ പോലും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ പാർട്ടി എത്തിപ്പെട്ടത് കൊണ്ടാണ് അവരൊക്കെ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. ആ സമീപനമല്ല ഉണ്ടാവേണ്ടത്, നല്ല സമീപനമാണ് പാർട്ടി ഉണ്ടാക്കേണ്ടത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി ഘടകങ്ങളൊക്കെ തന്നെ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ ഈ ഏകപക്ഷീയ നിലപാട് പലപ്പോഴും പാർട്ടിയെ തന്നെ ദുർബലപ്പെടുത്തുകയും മുതിർന്ന നേതാക്കളെ പുറത്തു പോകുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം ആളുകളൊക്കെ പാർട്ടിക്ക് വേണ്ടി ഒരു കാലഘട്ടത്തിൽ നിലകൊണ്ട ആളുകളാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ, പാർട്ടിയെ കെട്ടിപ്പടുത്തി നിർത്തുന്നതിൽ ഒക്കെ വലിയ പങ്ക് വഹിച്ച ആളുകളാണ്. ആ ആളുകൾക്ക് പോലും പാർട്ടി നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ സഹയാത്രികരെ സംബന്ധിച്ചിടത്തോളം അവർ MLA അല്ല, മന്ത്രി അല്ല എന്നൊരവസ്ഥ എത്തിപ്പെട്ടാൽ അവർക്കും ഒക്കെ തന്നെ എന്നെപ്പോലുള്ള ഈ ഒരു ഗതി തന്നെയായിരിക്കും ഉണ്ടാവുക. ലീഗിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ഏതെങ്കിലും CPM നേതാക്കന്മാരോ മറ്റോ വ്യക്തിപരമായൊരു ബന്ധത്തിൻ്റെ പേരിൽ അങ്ങയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്നാരും ബന്ധപ്പെട്ടില്ല. പൂർണ്ണമായി ഉപേക്ഷിച്ച അവസ്ഥ തന്നെയാണ്, ഒരു ചർച്ചയ്ക്ക് നിന്നില്ല. അല്ല, ചർച്ചൻ്റെ ആവശ്യം പിന്നീട് ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ CPM-ൻ്റെ സഹയാത്രിക സ്ഥാനം വിട്ട് മുസ്ലിം ലീഗിൻ്റെ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബന്ധപ്പെടാനുള്ളൊരു അവസ്ഥ ഉണ്ടാകുകയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവർ ബന്ധപ്പെടാത്തത്. പക്ഷേ അവർ ഇപ്പോൾ പല ഘട്ടത്തിലും ഇപ്പം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഒരു പരിപാടിയിൽ പോലും എന്നെ പങ്കെടുപ്പിക്കുകയോ സഹകരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി വന്ന് ഗൃഹസമ്പർക്ക പരിപാടി പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനപ്രകാരം കൊടുവള്ളി മണ്ഡലത്തിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അനാരോഗ്യമുള്ള എന്നെ ഒരു തവണ പോലും സന്ദർശിക്കാൻ അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ അസുഖമായി കിടക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ പോലും ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലക്ക് ആരും അദ്ദേഹം എന്നെ വന്ന് കാണുകയോ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടിച്ചേർത്ത് പിടിക്കുന്നതിൽ ഒരു അപക്വമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 10 വർഷക്കാലത്തെ ഒരു CPM ബന്ധം ഉപേക്ഷിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ വന്നത്. ഇപ്പോൾ ലീഗിൽ വീണ്ടും മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തി. അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനമായിരുന്നു അതെന്ന് തോന്നുന്നുണ്ടോ? 100% ഒരു തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ച് പോയ ആളുകൾ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് എനിക്ക് പ്രതീക്ഷ നൽകിയിട്ടില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 ഞാൻ മത്സരിച്ചു. അവർക്ക് ഈ മണ്ഡലത്തിൽ പരമാവധി ഉള്ള വോട്ടുകൾ 42,000-ൻ്റെയും 45,000-ൻ്റെയും ഇടയിലാണ്. അതിൽ നിന്നും മറികടന്നുകൊണ്ട് 66,000 വോട്ടുകൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ വ്യക്തിപരമായുള്ള ബന്ധങ്ങൾ, അതേപോലെ ഞാൻ വിട്ടുപോയ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകന്മാർ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്തപ്പോഴാണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ ആ വിജയിച്ച MLA ആയപ്പോൾ എല്ലാ പരിഗണനയും സഹായവും ഒക്കെ തന്നെ എനിക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ വലിയ വികസനത്തിന് വലിയ പണം എനിക്ക് നൽകിയിട്ടുണ്ട്.
അതൊക്കെ 100% ശരിയാണ്. പക്ഷേ അതിന് ശേഷമുള്ള ഇവരുടെ നിലപാടുകൾ എനിക്ക് യോജിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം മുസ്ലിം ലീഗിലെത്തിയപ്പോൾ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും നിറ കയ്യോടെ കൂടിയാണ്, നിറ മനസ്സോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെ എനിക്ക് വലിയ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. UDF വലിയ പ്രതീക്ഷയിലാണ്. പൂർണ്ണമായും 100 സീറ്റ് ഉറപ്പിക്കാമെന്ന് വി ഡി സതീശൻ ആവർത്തിക്കുന്നുണ്ട്. അങ്ങയുടെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിലുള്ള കണക്കൂട്ടൽ എങ്ങനെയാണ്? എത്ര സീറ്റ്? ശ്രീ വി ഡി സതീശൻ പറഞ്ഞ അഭിപ്രായത്തിലാണ് ഞാനും കാണുന്നത്. കാരണം അത്രയ്ക്ക് പ്രതീക്ഷ UDFിൽ എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. ഇപ്പോൾ CPMൻ്റെ പ്രവർത്തകന്മാർക്ക് പോലും ഈ 2 തവണ ഭരണം അവസാനിപ്പിച്ച് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുത് എന്നുള്ള ഒരു ബോധവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDFിന് വലിയ പ്രതീക്ഷയുള്ളത്. 100 സീറ്റ് തികയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാരാട്ട് റസാഖുള്ളത്. മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ 10 വർഷക്കാലം തെറ്റായൊരു തീരുമാനമായിരുന്നു കൈക്കൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്? 100% ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും മുസ്ലിം ലീഗ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച CPM അല്ല ഞാൻ അതിലേക്ക് കടന്നു വന്നപ്പം ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള CPMനാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു തെറ്റായ തീരുമാനമാണ് നേരത്തെ എടുത്തതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങേപോലെ ഇനിയും CPM സഹയാത്രികരായി അസ്വസ്ഥപ്പെടുന്നവർ ഉണ്ടോ കൂട്ടത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ CPM സഹയാത്രികരായിട്ട് മന്ത്രിയായിരിക്കുന്നവർ, MLA ആയിരിക്കുന്നവരൊക്കെ അതിൽ തന്നെ തുടരും. പക്ഷേ അവർക്ക് MLA സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ, തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവരൊക്കെ പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. കാരാട്ട് റസാഖ് ഒരു തുറന്നു പറച്ചിലാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാല രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്.